തീർക്കാൻ സാധ്യമല്ല. وإن فضل رسول الله كان يكون عد فيعرف أنه ناطق بفمه. മഹാനായ ഭൂസുരിമാൻ പറഞ്ഞത് അത് വലിയ വിശാലമാണ്. അത് എത്ര പറഞ്ഞാലും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് വരെ ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു ബഹറാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്. മഹാന്മാരതിലേക്ക് പറഞ്ഞത്, ഒരു കടലിൽ, ഒരു സമുദ്രത്തിൽ ഒരു പക്ഷി ആ ചെറിയ കൊക്കുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ കൊക്കിലൂടെ അത് കുടിച്ചു തീർക്കാൻ നോക്കുന്നു. അത് മഹാനായ ഒരു വിഷയമാണ്. ഒരിക്കലും മതിക്കാൻ ആ പക്ഷിക്ക് കടലിലെ വെള്ളം ആ കൊക്കിലൂടെ അത് കുടിച്ചു തീർക്കാൻ കഴിയാത്തതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ, ചൊല്ലി തീർക്കാൻ, പാടി തീർക്കാൻ, എഴുതി തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, നബിയേ വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ നാമം സ്ഥാനങ്ങളെ നാം ഉയർത്തിയിരിക്കുന്നു. മഹാന്മാരെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, എന്ത് സ്ഥാനമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് അല്ലാഹു ഉയർത്തി കൊടുത്തത്? മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ പേര് എവിടെയെല്ലാം പറയുന്നുണ്ടോ അവിടെയെല്ലാം ഹബീബിന്റെ നാമം പറയാതെയില്ല. പ്രിയപ്പെട്ടവരെ, ബാങ്ക് എല്ലാ ആളുകൾക്കും അറിയുന്ന ഒന്നല്ലേ ബാങ്ക്. ബാങ്കിൽ പ്രിയപ്പെട്ടവരെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ അതേ ശക്തിയില്, അതേ ആവേശത്തില്, അതേ വിശ്വാസത്തോടെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയാതെ ഒരു ബാങ്കും സ്വഹീഹല്ല. ഇഖാമത്ത് നോക്കിയാൽ എവിടെയും ഹബീബിന്റെ പേര് പറയാതെ ഇഖാമത്ത് സ്വഹീഹല്ല. ഇബാദത്തിന്റെ എല്ലാ ഇബാദത്തുകളും അങ്ങനെ തന്നെയാണ്. നിസ്കാരം എടുത്താൽ പ്രിയപ്പെട്ടവരെ അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ എന്ന് പറയാതെ നമ്മുടെ നിസ്കാരം സ്വഹീഹല്ല. നബിന്റെ പേര് പറയണം. അതാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, നബിയെ അങ്ങയുടെ പേര് നാം ഉയർത്തിയിരിക്കുന്നു. 24 മണിക്കൂറും റസൂലുള്ളാഹിന്റെ മദ്ഹ് ലോകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ഹബീബിന്റെ മദ്ഹുണ്ട്. പരിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ പ്രിയപ്പെട്ടവരെ 25 പ്രവാചകന്മാരുടെ പേര് പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ പ്രവാചകന്മാരെ കുറിച്ചെല്ലാം അല്ലാഹു പറഞ്ഞത് യാ ഈസ, യാ മൂസ, യാ നൂഹ് ഇങ്ങനെ പേര് വിളിച്ചതാണ്. ഹബീബിന്റെ പേര് എവിടെയും അല്ലാഹു വിളിച്ചിട്ടില്ല. യാ അയ്യുഹൻ നബിയോ, ഓ നബിയേ, യാ അയ്യുഹർ റസൂൽ, ഓ റസൂലേ. നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ മഹത്വമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. മറ്റു പ്രവാചകന്മാർക്ക് കൊടുക്കാത്ത വലിയ സ്ഥാനമാണ് ഹബീബായ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തത്. എത്ര പറയാനുണ്ട്, ഞാനിപ്പോ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, നമ്മുടെ ഇബാദത്തുകൾ എല്ലാ കാര്യങ്ങളും റസൂലുള്ളാഹിനെ നാം കൂട്ടണം. ഒരു സ്വഹാബി മദീന പള്ളിയിൽ ഇങ്ങനെ നിസ്കരിച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തു. ദുആ ചെയ്തെന്തായി? റസൂലുള്ളാഹിന്റെ പേര് പറയാതെയാണ് ദുആ തുടങ്ങിയത്, അല്ലേ? അപ്പോൾ നമ്മൾ ദുആയിൽ ഇമാം ഖതീബ്, നമുക്ക് ഇമാം നന്നാൾ എങ്ങനെയാ ദുആ ചെയ്യുന്നത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ അല്ലാഹുവിനെ സ്തുതിച്ച ഉടനെ ഹബീബായ റസൂലുള്ളാഹിന്റെ പേര് പറയുന്നു. ഈ മനുഷ്യനുണ്ടല്ലോ
ഹംദ് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേര് പറയാതെയാണ് ദുആ തുടങ്ങിയത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു അജ്ജിലനാ അജ്ജിലനാ, നിനക്ക് വല്ലാത്ത ധൃതിയായി പോയല്ലേ, എന്നെ സ്മരിക്കാൻ എന്റെ പേര് പറയാൻ നിനക്ക് സമയമില്ലല്ലോ. മറ്റൊരു സ്വഹാബി വന്ന് അവിടെ ദുആ ചെയ്യുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് എന്ന് ദുആ ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മോനെ ചോദിച്ചോ, നീ ചോദിച്ചത് നിനക്ക് തരും. മഹാന്മാര് പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേര് പറയാതെ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് പറയാതെ ആ ദുആ സ്വീകരിക്കൂല. നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി വേണം, ബാങ്ക് സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി വേണം, ഇഖാമത്ത് സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി വേണം, നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി വേണം, വെള്ളിയാഴ്ചയിലെ ഫുത്വ സ്വീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി വേണം. ആ റസൂലുള്ളാഹിക്ക് എത്ര വലിയ മഹത്വമാണ് അല്ലാഹു നൽകിയത്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയേ അങ്ങയുടെ സ്ഥാനം വലിയ മഹത്വമാണ്, വലിയ സ്ഥാനമാണ് അങ്ങേക്ക് അല്ലാഹു നൽകിയത്. ആ ഹബീബിനെയാണ് നാം, ആ ഹബീബിന്റെ മദ്ഹാണ് നാം പാടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീടുകളിൽ നോക്ക്, നമ്മുടെ മക്കളുടെ കല്യാണം നടക്കുമ്പോൾ എത്ര വലിയ ആഡംബരത്തോടുകൂടിയാണ് നാം നടത്തുന്നത് അല്ലേ. മാസങ്ങൾക്ക് മുമ്പ് നാം തയ്യാറെടുപ്പ് നടത്തുന്നു, സ്റ്റേജ്, അതേപോലെ തന്നെ അവിടെ നടക്കുന്ന ഡെക്കറേഷനുകൾ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഹബീബിന്റെ നമുക്കെയും സൃഷ്ടിക്കാൻ കാരണമായ ഹബീബിനെ ബഹുമാനിച്ചുകൊണ്ട്, ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട്, ഹബീബിന്റെ പേരിൽ നമ്മുടെ വീട്ടിൽ മജ്‌ലിസ് ഉണ്ടാക്കാൻ, ഒരു മൗലിദിന്റെ മജ്‌ലിസ് ഉണ്ടാക്കാൻ പറയും എന്റെ കയ്യിൽ ക്യാഷില്ല, ഒരു 10 ആൾക്ക് ചോറ് കൊടുക്കാൻ നമുക്ക് എത്തില്ല, താല്പര്യമില്ല. നമ്മുടെ മകളെ കല്യാണം എത്ര ആഡംബരത്തോടുകൂടെ നടത്തിയാലും അതിനൊരു കുഴപ്പവുമില്ല. നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കുന്ന വിദഗ്ധകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവർക്ക് റബീഉൽ അവ്വൽ വരുമ്പോൾ വല്ലാത്തൊരു അലർജിയാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ വല്ലാത്തൊരു അലർജി. അതെന്തിന്, ഇതെന്തിന്, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന ആളുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അല്ലേ മഖ്സൂസ് മൗലിദിൽ നാം എപ്പോഴും പാടുന്ന ഒരു ബൈത്തല്ലേ, അന്തഹുൻ അം അബൂൻ മറഅയ്നാ ഫീമാ مثل حسنك قد يا سيدي خير النبي. ഉപ്പയാണോ ഉമ്മയാണോ, മുത്തനബി ഉപ്പയാണോ ഉമ്മയാണോ? അല്ല, ഉപ്പയേക്കാളും ഉമ്മയേക്കാളും മേലാണ് മുത്തനബി. ഉപ്പാക്കും ഉമ്മാക്കും ദുനിയാവിൽ നമ്മളെ സഹായിക്കാൻ പറ്റൂ. ഖബറിലേക്ക് എത്തിയാൽ ഉപ്പാക്കോ ഉമ്മാക്കോ ഭാര്യക്കോ മക്കൾക്കോ അവിടെ ഇറങ്ങി നമ്മളെ സഹായിക്കാൻ പറ്റൂല. അവിടെ മുത്തനബി മാത്രമാണ്. നാളെ ഖബറിലേക്ക് എത്തിയാല് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മളൊക്കെ പഠിച്ചെന്താണ്? മൻ റബ്ബുക വമാ ദീനുക വമാ നബിയുക വമാ ഖിബ്ലതുക. ഇത് മാത്രമല്ല ഖബറിലെ ചോദ്യം. ഖബറിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരു രൂപം കൂടെ ഖബറിലേക്ക് കൊണ്ടുവരുന്നു. ആരുടെ രൂപം എന്നറിയാമോ? ഇയാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഖബറിൽ ചോദിക്കുന്ന മലക്കളെ, ഇയാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? മുത്തുനബിയെ സ്നേഹിക്കുന്ന മനുഷ്യനാണ്, മുത്തുനബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന മനുഷ്യനാണ്, മൗലിദ് ഓതുന്ന മനുഷ്യനാണ്, മൗലിദ് കഴിക്കുന്ന മനുഷ്യനാണെങ്കിൽ പറയും അതാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് നമ്മുടെ നേതാവായ മുഹമ്മദ് നബി. അല്ലാത്ത മനുഷ്യനാണ്, വഹാബിയാണ്. അവന് റസൂലുള്ളാഹിന്റെ സ്നേഹമില്ല, റസൂലുള്ളാഹിന്റെ മൗലിദിനെ എതിർക്കുന്നവനാണ്, റസൂലുള്ളാഹിനെ തനിച്ചെത്തുന്നവനാണ്. അവന് പറയും ഞങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല, പരിചയമില്ല എന്ന് പറയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക്
നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉപ്പമാര് നമ്മുടെ വീടുകളിൽ മൗലിദ് ഓതാൻ നമുക്ക് പഠിപ്പിച്ചു. അത് നമ്മൾ എന്താ ചെയ്യണോ? നമ്മളും അത് പിന്തുടരണോ? ഒരു ആചാര്യനോട് ഉസ്താദേ, ഈ റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞാൽ എനിക്ക് അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ മാറ്റിവെക്കും. എനിക്ക് ഒരു 1000 രൂപ കിട്ടിയാൽ ഒരു 200-300 ഞാൻ മാറ്റിവെക്കും. എന്തിനെ? അടുത്ത വർഷം റബീഉൽ അവ്വൽ റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് കഴിക്കാൻ നമ്മളങ്ങനെ മാറ്റിവെക്കണം. നമുക്ക് കിട്ടുന്ന ഒരു 100 രൂപ ഒരു ഡബ്ബയിലിട്ട് വെക്കണം, റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് കഴിക്കാൻ. അല്ല, ഇതൊക്കെ നമുക്ക് തരാൻ, ഈ സമ്പത്തും ഈ ഐശ്വര്യം തരാൻ കാരണമാരാണ്? ഹബീബായ റസൂലുള്ളാഹ്. ഹബീബായ റസൂലുള്ളാഹ് ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് പ്രിയപ്പെട്ടവരെ, ഖബറിലേക്ക് നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും വരാൻ പറ്റൂല. നാളെ മഹ്ശറിലേക്ക് എത്തിയാൽ അവിടെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മെ സഹായിക്കാൻ വരുന്നത്. ലിക്കുല്ലി നബിയ്യിൻ മിമ്പറോ, എല്ലാ നബിമാർക്കും അവിടെ ഒരു മിമ്പറുണ്ട്. മഹ്ശറിൽ ഒരു മിമ്പറുണ്ട്, വലിയ ഒരു സിംഹാസനമുണ്ട്. എല്ലാ നബിമാരും ആ മിമ്പറിൽ, ആ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. ഒരു സിംഹാസനം മാത്രം കാലിയാണ്. എല്ലാ പ്രവാചകന്മാരും അവരുടെ കസേരയിൽ ഇരിക്കുന്നു. ഒരു കസേര മാത്രമാണ് കായിക്കുന്നത്. ആരുടെ കസേര എന്നറിയാമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കസേരയാണ്. എന്തേ റസൂലുള്ളാഹി കയറിയിരിക്കാത്തത്? റസൂലുള്ളാഹിക്ക് ഇരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടല്ല, റസൂലുള്ളാഹിക്ക് അത് ഇരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ സമുദായം, എന്റെ ഉമ്മത്തികളെ, എന്നെ സ്നേഹിച്ച, എനിക്ക് സ്വലാത്ത് ചൊല്ലിയ, എന്റെ പേരിൽ മൗലിദ് കഴിച്ച എന്റെ മുഹിബീകളുണ്ട്. എന്റെ ഉമ്മത്തികളെ രക്ഷപ്പെടാതെ ഞാൻ കയറിയിരിക്കൂല. മഹ്ശറിലും പ്രിയപ്പെട്ടവരെ, നമ്മോടുള്ള ഹബീബിലേക്കുള്ള സ്നേഹം എത്രയാ! രാത്രി കിടക്കുന്നതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഒരു 10 സ്വലാത്തെങ്കിലും ചൊല്ലണം. എന്റെ വോയിസ് കേൾക്കുന്ന, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരികളെ, രക്ഷിതാക്കളെ, ഒരു കുട്ടിക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് സംസാരിക്കുന്ന പ്രായമെത്തിയാൽ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഖുർആനും അല്ലാഹു ഖുർആനി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഡീറ്റെയിൽസ് ആണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. ഹദീസിൽ കാണാം, ആ കുട്ടി ഒരിക്കലും വഴിപിഴച്ചു പോകൂല. ചെറുപ്പത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ദീനുമായി, ഇസ്ലാമുമായി ഒരു ബന്ധം നമ്മുടെ മക്കളുടെ കൽബിലേക്ക് മാതാപിതാക്കളെ, രക്ഷിതാക്കളെ കയറ്റണം. എന്നാൽ ആ കുട്ടി നന്നാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെല്ലാം അല്ലാഹു നന്നാക്കി തരട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വൈകിയ വേളയിൽ, ഈ മഹത്തായ മജ്‌ലിസിൽ, ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ, ഇതിനെ സഹായിച്ച, സഹകരിച്ച, അധ്വാനിച്ച, കഷ്ടപ്പെട്ട എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ ഖുർആനിന്റെ തിരുവാക്യത്താൽ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.